എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഒരു ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ആയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 9-ന്റെ 26-ഉം 27-ഉം. അവൻ യെരൂശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവനൊരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് വിവരിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 26-ഉം 27-ഉം വാക്യങ്ങൾ പൗലോസിൻ്റെ മാനസാന്തരവുമായി ബന്ധപ്പെട്ട് സഭയോടുള്ള ആ ഐക്യത്തിൽ നിലനിൽക്കാൻ പ്രവർത്തിച്ച ഒരു ആളിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ബർന്നബാസ്. ശൗലിൻ്റെ മാനസാന്തരത്തിൻ്റെ ആത്മാർത്ഥതയെ സംശയത്തോടെ വീക്ഷിച്ച യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ നഗര ഗോപുരങ്ങളിൽ കാവലും വെച്ചു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിലിന് മുകളിലൂടെ ഇറക്കി വിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ശൗലിൻ്റെ ശാരീരിക പ്രകൃതിയെക്കുറിച്ച് വളരെ ഒന്നും അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ലേഖനങ്ങളിൽ നിന്നോ ഒന്നും നമ്മൾ വായിക്കുന്നില്ല. ഒരു വേദപുസ്തക നിഘണ്ടുവിൽ ശൗലിൻ്റെ ശാരീരിക വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 4 അടി 10 ഇഞ്ച് ഉയരം, കഷണ്ടിത്തല, കാൽമുട്ട് തൊട്ട് താഴോട്ട് ബ്രാക്കറ്റ് പോലെ വളഞ്ഞ കാലുകൾ, കൃശഗാത്രൻ. അപ്രകാരം ചെറിയ മനുഷ്യനായതുകൊണ്ടായിരിക്കാം കൊട്ടയിലാക്കി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ദൈവം തരുന്നതെല്ലാം അനുഗ്രഹത്തിൻ്റെ മുഖാന്തരങ്ങളാണ് എന്ന് ആ ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുമാനിക്കാം. യെരൂശലേമിൽ അവൻ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരാൻ ശ്രമിച്ചു. ശിഷ്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കി അപ്പോസ്തലന്മാരാണ്, കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ. എന്നാൽ ശൗലിൻ്റെ പൂർവ്വ ചരിത്രം അറിയാമായിരുന്നതുകൊണ്ട് ഒരു ശിഷ്യനായി ശൗലിനെ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷമായി അവനെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞിരുന്നുമില്ല. 3 വർഷത്തോളം ദമസ്കോസിലും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ആയിരുന്നു ശൗലിൻ്റെ വാസം. ഈ സമയത്ത് കൂട്ടായ്മയുടെ വലങ്കൈ നൽകിയത് ബർന്നബാസ് ആയിരുന്നു. അവൻ ശൗലിനെ അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തി, പ്രത്യേകിച്ച് പത്രോസിന്, യോഹന്നാനും. ദമസ്കോസ് സംഭവത്തെക്കുറിച്ചും തുടർന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും മറ്റും ചെയ്തത് വിവരിച്ചും അവൻ്റെ സാക്ഷ്യവും രക്ഷാനിർണയവും ഒക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംവാദിച്ചു. അവരോ അവനെ കൊല്ലാൻ ശ്രമിച്ചു. സഹോദരന്മാർ അവനെ കൈസരിയിലേക്കും തുടർന്ന് തർസോസിലേക്കും അയച്ചു. അപ്പോൾ യെരൂശലേമിലായിരുന്നപ്പോഴും ദമസ്കോസിലായിരുന്നപ്പോഴും ശിഷ്യന്മാരോട് ചേർന്നാണ് ശൗല് താമസിച്ചത്. രണ്ടിടത്തും സംശയത്തോടെയാണ് ആദ്യം അവർ വീക്ഷിച്ചത്. അതൊരു സ്വാഭാവിക പ്രതികരണമാണ്. തുടർന്ന് അവൻ്റെ ജീവിതവും സാക്ഷ്യവും സ്നേഹവും കരുതലുമൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മാനസാന്തരം അല്ലെങ്കിൽ യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് സഭയുടെ കൂട്ടായ്മയിലാണ് വളർന്ന് വരുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹമായി തീരുന്നത്. അങ്ങനെയാണ്. ദൗത്യ നിർവഹണ ശ്രമത്തിൽ സഭ ഇത് ഗൗരവമായി എടുക്കുന്ന ഒരു വിഷയം കൂടിയാണ്.
രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് യെരുശലേമിലെ കൂട്ടായ്മ സംഘത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. സകല മനുഷ്യർക്കും വിജാതിയർക്കും സാക്ഷിയായിരിക്കാനുള്ള ആഹ്വാനമാണ് അനന്യാസ് നൽകിയത്. 17-ാം വാക്യത്തിൽ സാക്ഷ്യത്തിന് ശക്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു ശിഷ്യരെ പീഡിപ്പിക്കാൻ യാതൊരിടത്തു നിന്നാണോ അധികാരപത്രവും വാങ്ങിച്ചത്, അവിടെ തന്നെ, അതായത് യെരുശലേമിൽ പ്രാഗൽഭ്യത്തോടെ ക്രിസ്തുവിനെ അവൻ പ്രസംഗിച്ചു. സ്തെഫാനോസിനെ പോലെ ചിതറിപ്പോയ യഹൂദന്മാരോടും അവൻ സംവാദിച്ചു. അപ്പോൾ ശൗലിനെ പൗലോസാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തി ഏറ്റവും കൊള്ളാവുന്ന ഒരു പ്രവർത്തകനാക്കി എടുക്കുമ്പോൾ അതിൽ ചിലരെയൊക്കെ ദൈവം ഉപയോഗിച്ചു. അതിൽ ഒന്നാമത്തെ ആളിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, അനന്യാസ്. രണ്ടാമത്തെ ആളാണ് ബർന്നബാസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ദൈവം ഉപയോഗിക്കുന്നത് ആരെയും ആത്യന്തികമായി തള്ളിക്കളയാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. മാനുഷിക കണ്ണുകളിൽ, നമ്മുടെ വീക്ഷണത്തിൽ ചിലരെ കൊള്ളാവുന്നവരായും മറ്റു ചിലരെ കൊള്ളരുതാത്തവരായും ഒക്കെ ചിത്രീകരിക്കാം. നമ്മുടെ ഇൻ്റർവ്യൂവിൽ അവർ പരാജയപ്പെട്ടു പോയേക്കാം. നമ്മൾ നടത്തുന്ന ടെസ്റ്റിൽ അവർ തോറ്റുപോകാം. എന്നാൽ കർത്താവ് ആരെയും തള്ളിക്കളയുന്നില്ല. ശൗലിനെ പൗലോസാക്കി രൂപാന്തരപ്പെടുത്തി സഭയുടെ ശില്പിയാക്കി മാറ്റുന്നു. അതിന് ചില വ്യക്തികളെ കർത്താവ് ഉപയോഗിച്ചു. അതിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരാളാണ് ബർന്നബാസ്. പൗലോസിനെ ഒരിക്കലും ഒരു അപ്പോസ്തലനായി മറ്റ് അപ്പോസ്തലന്മാർ കണ്ടില്ല. അവരങ്ങനെ ഉൾക്കൊണ്ടില്ല, സ്വീകരിച്ചില്ല, തള്ളിക്കളയുന്നു. എന്നാൽ ആ സമയത്ത് ഒരു ഇടനിലക്കാരനെ പോലെ നിന്ന് പ്രവർത്തിച്ച് പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ വ്യക്തത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച ആളാണ് ബർന്നബാസ്. പ്രബോധനപുത്രൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്നും നമ്മുടെ സഭയിലും സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ടാവാം. മറ്റുള്ളവരറിയാതെയും കാണാതെയും പോയേക്കാം. എന്നാൽ ചിലരെയെങ്കിലും ചേർത്ത് നിർത്തുന്ന വലിയ സാഹോദര്യ സ്നേഹത്തിൻ്റെ പ്രതീകമായി ചിലരെങ്കിലും ഉണ്ട് എന്നതാണ് നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും. പുതിയ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റുള്ളവർ നമ്മുടെ കഴിവില്ലായ്മയെക്കുറിച്ച് പറയാം, നമ്മുടെ അറിവ് കുറവാണ് എന്ന് ഒരു പക്ഷെങ്കിൽ വിലയിരുത്താം, ശാരീരികമായി അത്ര ഫിറ്റ് അല്ല എന്ന് പറഞ്ഞേക്കാം, മുൻപ് എങ്ങനെ ജീവിച്ചോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താം. എന്നാൽ കർത്താവ് ഒരാളിനെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിച്ച് തൊട്ട് കഴിഞ്ഞാൽ ഏത് മനുഷ്യൻ്റെ മുൻപിലും പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ തക്കവണ്ണം ദൈവം അവരെ ഉപയോഗിക്കും. അതിന് ചില വ്യക്തികളെയൊക്കെ ദൈവം തമ്പുരാൻ മുഖാന്തരങ്ങളാക്കും. അങ്ങനെയുള്ള ഒരാളാണ് ബർന്നബാസ്. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിൽ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ വചനത്തെ ഞങ്ങൾ ഓർക്കുന്നു. പൗലോസിൻ്റെ മാനസാന്തരത്തിൽ ദൈവം മുഖാന്തരങ്ങളായി ഉപയോഗിച്ചവരെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. സഭയുടെ ചരിത്ര നാളുകളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ആളുകളാണല്ലോ അവരൊക്കെ. ഞങ്ങളുടെ വർത്തമാനകാല ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. മാനുഷികമായ വിലയിരുത്തലുകളിൽ ഒരുപാട് അപാകതകളും വീഴ്ചകളും ഉണ്ടാവാം. എന്നാൽ ദൈവം തൻ്റെ കണ്ണുകളിലൂടെ നോക്കുന്നത് വ്യത്യസ്തമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. വരാമായിരിക്കുന്ന ആപത്ത് അനർത്ഥങ്ങൾ വിടുവിക്കണമേ. സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലും
ഞങ്ങളുടെ മറ്റ് ഇടപെടലുകളിലുമൊക്കെ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തിയ ദൈവം തമ്പുരാൻ്റെ കരുണയും കരുതലും പുതുവർഷത്തിലും ഒപ്പമുണ്ടായിരിക്കണമേ. യേശു മിശിഹാ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും നടത്തിപ്പും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.